ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ LP, UP അതേപോലെ തന്നെ LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന, അതായത് 7-ാം തീയതി നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം LGS പരീക്ഷയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്തിടെ നടക്കുന്ന LGS പരീക്ഷകളിലൊക്കെ പ്രയാസകരമായ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് LGSൻ്റെ LGS പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ പഠിച്ചു പോകൽ അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ PSC ചോദിച്ച ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നമുക്കറിയാം ആൻസർ ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ്, അതായത് SC ബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും അതേപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? നമുക്കറിയാം കോൺഗ്രസ് മിതവാദിയെന്നും തീവ്രവാദികളെന്നും രണ്ടായി വിഭജിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ മിതവാദികളിൽ ഉൾപ്പെടാത്ത നേതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് താഴെ തന്നിരിക്കുന്നവയിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി നമുക്കറിയാം ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന് നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗലികാവകാശങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. കൂട്ടുകാരെ, നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉത്തരം പറയുന്നത്. നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? കൈസർ എ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി. അതിനിടയാക്കിയ സംഭവം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ആൻസർ തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തൃശ്ശൂർ. 15ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വി പി മേനോൻ. വി പി മേനോൻ്റെ പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെ എം പണിക്കർ. കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. കെ എം പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ജർമ്മനി. ജർമ്മനിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മംഗൾയാൻ. മംഗൾയാനാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രസീൽ. ബ്രസീലിലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേരെന്ത്?
ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവറായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. 1 ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന നദികൾ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായതാണ് ഓപ്ഷൻ സി 1ഉം 3ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. എല്ലാ പ്രസ്താവനയും ശരിയാണ്. 26ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തീരപ്രദേശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെടാത്തതാണ് കോറമണ്ടൽ തീരസമതലം. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 27ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. 2 ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയല്ല, ദേശീയ ഗാനമാണ് ജനഗണമന. അപ്പോൾ ദേശീയ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദീതീര പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. അതായത് 30ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേരളത്തെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനയേത്. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടമല്ല, ആനമുടിയാണ്. കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. 2ഉം ശരിയായ പ്രസ്താവനയാണ്. തെറ്റായത്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം ആനമുടിയാണ്. ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് 30ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. 3 ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. 1ഉം 3ഉമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന
ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ശരിയല്ലാത്തവ 2 മാത്രമാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലാണ് ഏറ്റവും വലിയ കായൽ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന, 2 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ബി ആണ്, 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. 2ഉം ശരിയാണ്. അപ്പോൾ ആൻസർ 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 34ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായ രീതിയിൽ യോജിച്ചവ. 2ഉം 3ഉം. അതായത് 2 അഴീക്കൽ കണ്ണൂരാണ്, 3 പൊന്നാനി മലപ്പുറത്താണ്. 2ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ചവ ജോഡികൾ കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ചവ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉം. 1 കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. 3 ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം ജില്ലയിൽ. 1ഉം 3ഉം ശരി. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. വംശനാശന ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്ത് നിശബ്ദ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് 2ഉം ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്. അതായത് 3ാമത്തെ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവന സി ആണ്. അതായത് 2 മാത്രമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. തെറ്റായ പ്രസ്താവനയാണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ മുകളിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 തെറ്റായ പ്രസ്താവനയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. കേരള സ്പീക്കർ എൻ ഷംസീറാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 2 ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 41 ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. അപ്പോൾ എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന. എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 2023 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. തെറ്റായ പ്രസ്താവനയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന. 1, 3, 4 ആണ്. 1, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. 3, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രമാണ്. 4, ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അപ്പോൾ 1, 3, 4 ഇത് ശരിയായ പ്രസ്താവനയാണ് ചന്ദ്രയാൻ 3 സംബന്ധിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. മാക്സിം ഗോർക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രുചിര കമ്പോജ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. രുചിര കമ്പോജ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോക്പാൽ. ലോക്പാലാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ്, അതായത് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലേസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലേസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലാണ് ലേസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത്. ആൽഫ്രഡ് മാർഷൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ആൻസർ നമുക്കറിയാം, ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിനാണ്, അമേരിക്കൻ എക്കണോമിസ്റ്റായ ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കീലസന്ധി. കീലസന്ധിയാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ നിന്ന് ഇരുദിശകളിലേക്കും തിരിയുന്ന അസ്ഥിയെ പറയുന്ന പേരാണ് കീലസന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ട്രക്കിയ. ട്രക്കിയയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം. 55ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ട്രക്കിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജീവികളും ശാസ്ത്രനാമങ്ങളും ശരിയായത് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, അതായത് 1ഉം 3ഉമാണ് ശരിയായ ജോഡി. പൂച്ചയുടേത് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. പൂച്ചയുടെ ശാസ്ത്രനാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. 3ഉം ശരിയാണ്. കാക്ക, കാക്കയുടെ ശാസ്ത്രീയ നാമമാണ് കോർവസ് സ്പ്ലെൻഡൈൻസ്. കോർവസ് സ്പ്ലെൻഡൈൻസ് ആണ് കാക്കയുടെ ശാസ്ത്രീയ നാമം. ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ ശാസ്ത്രീയ നാമങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജീവികളും ഹൃദയ അറകളും ശരിയായവ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ സി ആണ്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് പാറ്റയുടേത് 13 അറകളാണ്. പാറ്റയ്ക്ക് 13 അറകളാണുള്ളത്. അതേപോലെ തന്നെ പല്ലിക്ക് 3 അറകളാണുള്ളത്. പക്ഷിക്ക് 4 അറകളാണുള്ളത്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2023. 2023 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ആൻസർ ഹരിത. ഓപ്ഷൻ ഡി ആണ്. ഹരിതയാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തത്. മുക്തിയും അനഘയും അക്ഷയയും സങ്കര ഇനം തക്കാളിയാണ്. അല്ലാത്തത് ഹരിതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഭാരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ സി ആണ്, ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, SI യൂണിറ്റ്. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 4 ഡയോപ്റ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ 14 ആണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ്. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഒരു HP എന്നത് എത്ര വാട്ട് ആകുന്നു? ആൻസർ ഡി ആണ്, 746 വാട്ട്. 746 വാട്ടാണ് ഒരു HP. ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി എന്നത് 746 വാട്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ജോസഫ് പ്രിസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എസ് സോമനാഥാണ് നിലവിലെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ വന്നതാണ്, പ്രഗ്യാൻ. ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്. ഈ ചോദ്യ പേപ്പറിൽ തന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യം എന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 മാത്രമാണ് ശരി. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 മാത്രമാണ് ശരി. അതായത് ക്ഷയം ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷയവും ചിക്കൻ പോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ്,
3 മാത്രമാണ് ശരി. 3 ക്ഷയം, ചിക്കൻ പോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സീറോഫ്താൽമിയ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, 2014 നവംബർ 9. 2014 നവംബർ 9-നാണ് 2014 നവംബർ 9-നാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, 2014 നവംബർ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണിനെയാണ് ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, കണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, 2023 സെപ്റ്റംബർ 28-ന്. 2023 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചത്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2023 സെപ്റ്റംബർ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എലിപ്പനി. താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതാണ് എലിപ്പനി. എലിപ്പനി ഒരു വൈറസ് രോഗം അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലേറിയ. മലേറിയ ഒരു ജീവിതശൈലി രോഗമല്ല. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടതാണ്. മലേറിയയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നേഹക്കൂട്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നേഹക്കൂട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തവയിൽ നിന്ന് ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, നെഫ്രൈറ്റിസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, നെഫ്രൈറ്റിസ്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, നെഫ്രൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് മാതൃജ്യോതി. മാതൃജ്യോതി എന്ന പദ്ധതിയാണ് മാതൃജ്യോതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ എ ആണ് ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉം ശരി. 2 ക്ഷയരോഗം ബാക്ടീരിയ, 4 നിപ്പ വൈറസ്. നിപ്പ വൈറസ് ആണ് പരത്തുന്നത്, ക്ഷയരോഗം ബാക്ടീരിയയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉമാണ് ശരി. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ മുഴുവൻ GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 80 നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക. അപ്ലോഡ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.